إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഉസീക്കും ബിആയത്തക്കുവല്ല. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകളനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് കനിഞ്ഞരുളി നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ അതിപ്രധാനമായിട്ടുള്ള ഒന്നാണ് നമ്മളുടെ നാവ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കാൻ പറഞ്ഞതും നാവിൻ്റെ കാര്യത്തിലാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിന് വേണ്ടി ഞാൻ സാക്ഷി നിൽക്കാമെന്ന് പറയപ്പെട്ടതിൽ ഒന്ന്
ഒരു കാര്യം നമ്മുടെ നാവിനെ സൂക്ഷിച്ചാൽ എന്നുള്ളതാണ്. മാത്രമല്ല റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് പറയുന്നതും അതാണ്. എന്താണ്? എല്ലാ വെള്ളിയാഴ്ചയിലും തുടക്കത്തിലെ 2-3 ആയത്തുകൾ നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കാറുണ്ട്. അതിലൊന്നാണ് യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. എന്നിട്ട് റബ്ബ് പറയൻ വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ പറയണം. എന്ത്? നല്ലത് പറയണം. നല്ലത്, നേരായ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? പറയണമെന്നുള്ളത്. അത് പറയുന്ന വസ്തുവാണ്, ഉപയോഗിച്ച് പറയുന്ന വസ്തുവാണ് നമ്മുടെ നാവ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നമ്മൾ ഉണർത്തുന്നത്? പരദൂഷണവും അതുപോലെ തന്നെ ഏഷണിയും കളവും പരിഹാസങ്ങളും തുടങ്ങിയ നാവിൽ നിന്ന് വരുന്ന നിരവധി തിന്മകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറയണം. അതൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. അതിലേറെ ഗൗരവമുള്ള ഒരു വിഷയമാണ് നമ്മുടെ നാക്ക് കൊണ്ട് തന്നെ ഉണ്ടാകുന്ന വലിയൊരു വിപത്ത്, ശാപവാക്കുകൾ എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിലൂടെ നിങ്ങളെ ഉണർത്തിത്തരുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ്. മറ്റുള്ളവരോട് ദേഷ്യപ്പെടുമ്പോൾ പലരും ഉപയോഗിക്കാറുള്ള ഒന്നാണ് ഈ ശാപവാക്കുകൾ എന്ന് പറയുന്നത്. നീ നശിച്ചു പോട്ടെ, അല്ലെങ്കിൽ നീ തുലഞ്ഞു പോട്ടെ എന്നിങ്ങനെയുള്ള പല രൂപത്തിലുള്ള ശാപവാക്കുകളും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മഹതികളായ സ്ത്രീകളെക്കുറിച്ച് ഉണർത്തുന്നിടത്ത് അവരെ വിളിച്ചുകൊണ്ട് ഉണർത്തുന്നൊരു കാര്യമുണ്ട്. യാ മഅ്ശറൻ നിസാ, അല്ലയോ സ്ത്രീകളെ, തസദ്ദഖന, നിങ്ങൾ എന്ത് ചെയ്യണം? സ്വതക്ക നിർവഹിക്കണം. എന്തിനാണ് നിർവഹിക്കേണ്ടത്? റസൂലുള്ള കൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഫഇന്നി ഉരീകുന്ന, നിങ്ങളെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? കാണുന്നത്. എവിടെ? അക്സറ അഹ്ലിന്നാർ, ജനങ്ങളിലുള്ള നരകത്തിയിലുള്ള ആളുകളിൽ ഏറ്റവും കൂടുതലായിക്കൊണ്ട് നിങ്ങളെയാണ് ഞാൻ കാണുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതുകൊണ്ട് നിങ്ങൾ സ്വതക്ക വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞു. സ്വാഭാവികം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം പറച്ചിൽ കേട്ട ഉടനെ തന്നെ സഹാബ വനിതകൾക്ക് ഭയപ്പാടായി. അവർ ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഫഖുൽന വബിമ യാ റസൂലുള്ളാഹ്, എന്തുകൊണ്ടാണ് അപ്രകാരം റസൂലേ താങ്കൾ പറഞ്ഞത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ആ സമയത്ത് റസൂലുള്ള പറഞ്ഞു കൊടുക്കുന്നുണ്ട്, തുക്സിർന ലഅൻ, നിങ്ങൾ എന്ത് ചെയ്യും? ശാപവാക്കുകൾ അധികരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വതക്ഫുർനൽ അശീറ, നിങ്ങൾ ഭർത്താക്കന്മാരോട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നന്ദികേട് കാണിക്കുന്ന ആളുകളായതുകൊണ്ടാണ് അപ്രകാരം നിങ്ങൾക്കുള്ളത്. അതിൽ ഒന്ന് പറഞ്ഞത് എന്താണ്? ലഅനത്ത് കൂടിയത് കൊണ്ടാണ്. സ്ത്രീകളിൽ നിന്നാണ് അധികമായിക്കൊണ്ട് ലഅനത്ത് വരുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമ്മളെ സൂചിപ്പിക്കുകയാണ്. ഈ വിഷയത്തിൽ പ്രവാചകനിൽ നിന്ന് വന്ന ഗൗരവമേറിയ പരാമർശങ്ങളൊക്കെ ഒരു മുഅ്മിൻ എന്നുള്ള നിലക്ക് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. എത്രത്തോളം ഗൗരവമാണ് ശാപത്തിനുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കൽ നിർബന്ധമാണ്. എന്തുകൊണ്ടാണെന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ യംബഗീ ലിസുദ്ദീഖിൻ അൻ യകൂന ലഗാനൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരിക്കലും ഒരു സത്യസന്ധന് ശാപവാക്കുകൾ ചൊരിയുന്നത് ഭൂഷണമാവുകയില്ല എന്നാ, അത് അവനക്ക് ചേർന്ന കാര്യമല്ല എന്ന് റസൂലുള്ള പറയാണ്. മറ്റൊരു റിവായത്തിൽ അള്ളാഹിന്റെ റസൂൽ പറയാണ്, ലാ തലഅനു ബിലഅനത്തില്ലാഹ്, അള്ളാഹുവിന്റെ ശാപം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന്. അതേപോലെ തന്നെ വലാ ബിഗളബിഹി, അള്ളാഹുവിന്റെ കോപം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന്. വലാ ബിന്നാരി, നരകത്തിൽ നീ പ്രവേശിക്കട്ടെ എന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത്? വലാ തഖാവൻ, നിങ്ങൾ ശപിക്കാൻ പാടില്ല എന്ന് എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം? പറഞ്ഞു തരികയാണ്.
അപ്പോൾ ഒരു വിശ്വാസിയുടെ മഹത്തായ ഗുണമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തന്നെ നമുക്ക് നോക്കിയാൽ കാണുവാൻ സാധിക്കും. ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് അവൻ പാലിക്കേണ്ട ഗുണത്തിനെ കുറിച്ച് പറഞ്ഞെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നത് എന്താ? ലൈസൽ മുഅ്മിനു ബിത്തആനിൻ. എന്താണ്? ഒരു സത്യവിശ്വാസി അധിക്ഷേപം ചൊരിയുന്ന ആളല്ല എന്നാ. ഒരു സത്യവിശ്വാസി അധിക്ഷേപം ചൊരിയുന്ന ആളല്ല. വലാ ലഅൻ, അവൻ എന്ത് ചെയ്യില്ല? ശപിക്കുകയും ചെയ്യുകയില്ല. വലൽ ഫാഹിഷ് വലൽ ബദീ, എന്തൊക്കെയാണ്? അസഭ്യമോ അല്ലെങ്കിൽ അശ്ലീലമോ പുലമ്പുന്ന ആളുകളുമല്ല ഒരു സത്യവിശ്വാസി നാം. അപ്പൊ ഈ കൂട്ടരാവുന്നുണ്ട് എങ്കിൽ നമുക്കെങ്ങനെയാണ് വിശ്വാസം ശരിയാവുക? അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസിയായിക്കൊണ്ട് നിലകൊള്ളുവാൻ നമുക്ക് സാധിക്കണം. സത്യവിശ്വാസിയെ ശപിക്കുന്നതിനെ അള്ളാഹു ഉപമിച്ചിട്ടുള്ളത് എന്താ? കൊലപാതകത്തോടാണ്. ഒരാളെ വധിക്കുന്നതിനോടാണ് ചെയ്തിട്ടുള്ളത്. സത്യവിശ്വാസിയെ ശപിക്കുന്നതിനെ അല്ലാഹു സുബ്ഹാനഹു തആല ഉപമിച്ചിട്ടുള്ളത്. വമൻ ലഅന മുഅ്മിനൻ ഫഹുവ കഖത്ലിഹി. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? ആരെങ്കിലും ശപിച്ചാൽ, ആരെങ്കിലും ശപിക്കുകയാണെങ്കിൽ, ആരെ? ഒരു സത്യവിശ്വാസിയെ ശപിക്കുന്നത് അവനെ കൊലപ്പെടുത്തുന്നതിന് തുല്യമാണെന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഈ ഒരു ഹദീസ് എൻ്റെ ശാപവാക്കുകളുടെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് കാണിച്ചു തരുന്നത് കാണുവാൻ സാധിക്കും. ഒരു കൊലപാതകം എത്രത്തോളം വലിയ കുറ്റമാണോ അത്രത്തോളം ഗൗരവമുള്ള കാര്യമാണ് ഒരാളെ ശപിക്കുക എന്നുള്ളത്. ഒരാളെ ശപിക്കുക എന്നുള്ളത്, വിശ്വാസിയെ ശപിക്കുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത് അപ്രകാരമാണ്. ഒരാളെ കൊല്ലുന്നത് പോലെയാണ്. ഇതിന് പണ്ഡിതന്മാർ നൽകുന്ന വിശദീകരണങ്ങളൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ശരിക്കും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ പാപത്തിൻ്റെ ഭാരം, ഒരു വിശ്വാസിയെ കൊല്ലുന്നത് എപ്രകാരം വൻപാപമാണോ അതേപോലെ ഗൗരവമുള്ള പാപമാണ് അവനെ ശപിക്കുന്നതുമെന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിക്കുന്നത് കാണാം. അർത്ഥത്തിൻ്റെ ഗൗരവം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ലഅനത്ത് എന്താണ്? ഈ ലഅനത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട. ലഅനത്ത് എന്നുള്ള അർത്ഥം തന്നെ എടുത്തു നോക്കിയാൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ഒരാളെ പുറത്താക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതിനാണ്. അള്ളാഹിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നീ ഒരാളെ പുറത്താക്കണേ എന്ന് പറയുന്ന രൂപത്തിലുള്ള അർത്ഥമാണ് എന്ത് ചെയ്യുന്നത്? ലഅനത്ത്, ശാപം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുതന്നെ ആ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുമ്പോൾ നമുക്കതിൻ്റെ ഗൗരവപ്പെട്ട എല്ലാ കാര്യങ്ങളും ബാധിക്കപ്പെടും. ബന്ധങ്ങൾ തകർക്കുവാൻ അതുകൊണ്ട് സാധിക്കും. കൊലപാതകം ഒരു വ്യക്തിയെ ഇല്ലാതാക്കുന്നുവെങ്കിൽ ശാപം മനുഷ്യർ തമ്മിലുള്ള സ്നേഹബന്ധത്തെയും സൗഹൃദത്തെയും എല്ലാം തെറിപ്പിച്ച് കളയുന്നതാണ് എന്ന് നമ്മൾ ഇതിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസികൾക്ക് പരസ്പരം കാരുണ്യം കാണിക്കേണ്ടവരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ അതിനെതിരായി ശപിക്കുന്ന ഒരു നാക്കുണ്ടാകുക എന്നുള്ളത് എങ്ങനെയാണ് ഒരു മുഅ്മിന് ഉൾക്കൊള്ളുവാൻ സാധിക്കുക? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ ഒരു വട്ടം പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതില്ല ആരെയും ശപിക്കാൻ ഇടവന്നിട്ടില്ല എന്നുള്ളതാണ്. നാവ് കൊണ്ട് ചെയ്യുന്ന ഏറ്റവും ചെറിയ പ്രവൃത്തി നമ്മുടെ പരലോകത്തെ നശിപ്പിക്കാൻ ഈ കാരണമാക്കി തീർക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഗൗരവപ്പെട്ടിട്ടുള്ള കാര്യമാണ് ലഅനത്ത് കൊണ്ട് പരലോകം തന്നെ ഒരാളുടേത് പൂർണ്ണമായി നഷ്ടപ്പെടുത്തി കളയുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്യും? പോകുവാൻ സാധിക്കുമെന്നുള്ളത്. അപ്പം ലഅനത്ത് വലിയ ഗൗരവപ്പെട്ട വിഷയമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ശാപവാക്കുകൾ ചൊരിയുന്നവർക്ക് പരലോകത്ത് അള്ളാഹു ചില നഷ്ടങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ചില നഷ്ടങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവർക്ക് ശുപാർശക്കുള്ള അവസരങ്ങൾ പോലും തടയപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യഖൂലു ഇന്ന ലആനീന ലാ യകൂനൂന ശുഹദാ വലാ ശുഫആ യൗമൽ ഖിയാമ. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? ഖിയാമത്ത് നാളിൽ എന്ത് ചെയ്യാണ്? ഖിയാമത്ത് നാള് തീർച്ചയായും ശപിക്കുന്നവൻ, അമിതമായിട്ട് മറ്റുള്ളവരെ ശപിക്കുന്ന സ്വഭാവമുള്ള ആളുകൾ അന്ത്യദിനത്തിൽ ശുപാർശകരോ ശഫാഅത്ത് ചെയ്യുന്ന ആളുകളോ സാക്ഷികളോ ആവുകയില്ല എന്നുള്ളതാണ്. അള്ളാഹു നൽകുന്ന മഹത്തായ 2 അനുഗ്രഹങ്ങളാണത്. നാളെ പരലോകത്തേക്ക് മരിച്ചു ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന സമയത്ത് നമുക്ക് നൽകുന്ന, മുഅ്മിനീങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങളാണത്. എന്താണ്? ശുപാർശക്കുള്ള അഥവാ ശഫാഅത്തിനുള്ള അവസരം എന്നുള്ളത്. കൂട്ടത്തെയും കുടുംബത്തെയൊക്കെ നരകശിക്ഷകൾ അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടുക.
ആ അവസരത്തിൽ നിന്ന് എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിക്കുന്ന വ്യക്തികളെ തടഞ്ഞു നിർത്തുമെന്നാണ്. അതുപോലെ തന്നെ സാക്ഷികളാകുവാനുള്ള അവസരം, മുൻകാല പ്രവാചകന്മാരൊക്കെ അവരുടെ ജനതയ്ക്ക് സത്യസന്ദേശം എത്തിച്ചു കൊടുത്തു എന്നതിന് അന്ത്യദിനത്തിൽ സാക്ഷ്യം വഹിക്കാൻ നമ്മുടെ ഉമ്മത്തിനൊരു സൗഭാഗ്യമുണ്ട്, മുസ്ലിം ഉമ്മത്തിനൊരു സൗഭാഗ്യമുണ്ട്. ആ സൗഭാഗ്യത്തിൽ നിന്ന് ശപിക്കുന്നവനെ മാറ്റി നിർത്തുമെന്നാണ്, ശപിക്കുന്ന ആളുകളെ മാറ്റി നിർത്തുമെന്നാണ്. അത്രയും ഗൗരവത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെ ഉണർത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ശാപവാക്കുകൾ ചൊരിയുന്ന ആളുകൾ പരലോകത്ത് നഷ്ടം വരുമെന്നുള്ള ബോധ്യമുണ്ടായിരിക്കണമെന്ന് ഉണർത്തുകയാണ്. ശപിക്കപ്പെടുന്നവൻ ശാപത്തിന് ഇനി അർഹനല്ല എങ്കിൽ അതുകൊണ്ട് ദോഷഫലവുമുണ്ട്. ഒരാളെ നമ്മൾ ശപിച്ചു കഴിഞ്ഞിട്ടെങ്കിൽ അത് അർഹമല്ല, ആൾക്ക് അത് അർഹമല്ല എങ്കിൽ തിരിച്ചവനിലേക്ക് തന്നെ വന്നെത്തുമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണാം. ഇന്നൽ അബ്ദ ഇദാ ലഅന ശൈഅൻ സഇദ ലഅന. എന്താ ചെയ്യുക? ഒരാള്, ഒരടിമ ശപിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സഇദ ലഅനത ഇല സമാ, ആകാശത്തിലേക്ക് എന്ത് ചെയ്യും? ആ ലഅനത്ത് കയറിപ്പോകും. ആ ലഅനത്ത് കയറിപ്പോകുന്ന സമയത്ത് ഫതുഗ്ലഖു അബ്വാബസ് സമാ, സമാഇന്റെ ആകാശത്തിന്റെ കവാടങ്ങൾ എന്ത് ചെയ്യും? കൊട്ടിയടക്കപ്പെടുന്ന. ആ ലഅനത്ത് കയറി വരുമ്പോ അതങ്ങോട്ട് കൊട്ടിയടക്കപ്പെടും. അപ്പൊ എന്ത് ചെയ്യും? ആ ലഅനത്ത് സുമ്മ തഹ്ബിതു ഇലൽ അർള്, അത് പിന്നീട് ഭൂമിയിലേക്ക് എന്ത് ചെയ്യുക? വരിക. അത് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരാൻ. ഫതുഗ്ലഖ അബ്വാബുഹാ ദൂനഹാ, അതേ പ്രകാരം തന്നെ എന്ത് ചെയ്യും? ഭൂമിയും എന്ത് ചെയ്യും? അതിന്റെ വാതിലുകളെ കൊട്ടിയടക്കപ്പെടും. സുമ്മ തഅഖുദു യമീനം വശിമാല, പിന്നെ അതിന് പോകാൻ വഴി കാണാതിരിക്കുമ്പോൾ രണ്ട് വാതിക്കും എവിടേക്ക്? യമീനം വശിമാല, വലത്തും ഇടത്തോട്ടുമായിട്ട് അതെന്ത് ചെയ്യും? തെരഞ്ഞു നടക്കും. ഇടത്തും ഇടത്തോട്ടുമായിട്ട് അതങ്ങനെ തെരഞ്ഞു നടക്കും. എന്നിട്ട് ഫഇദാ ലം തജിദ് മസാഗൻ റജഅത് ഇലല്ലദീ ലുഇന ഫഇന്ന കാനത് ലിദാലിക അഹ്ല. എന്ത് ചെയ്യും? ആ ശപിക്കപ്പെട്ട വ്യക്തിയിലേക്ക് എന്ത് ചെയ്യും? അത് തിരിച്ചു ചെല്ലും. ആ ശപിക്കപ്പെട്ട വ്യക്തിയിലേക്ക്, ആരെയാണോ ഒരു വ്യക്തി ശപിച്ചത് ആ വ്യക്തിയിലേക്ക് അത് തിരിച്ചു ചെല്ലും. അങ്ങനെ ചെല്ലുന്ന സമയത്ത് അതിന് യോഗ്യനാണ് അദ്ദേഹമെങ്കിൽ ആ ശാപം അതിനെന്ത് ചെയ്യും? ഏൽക്കും. അതല്ല, അത് യോഗ്യനല്ല എങ്കിൽ അത് പറഞ്ഞതാരാണോ, ആ ശാപം ഉരുവിട്ട വ്യക്തി ആരാണോ ആ വ്യക്തിയിലേക്ക് തന്നെ എന്താണോ ശപിച്ചത് ആ ശാപം ഏൽക്കുന്ന. അത്രയും ഗൗരവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ശപിക്കുക എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കണം. വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു പ്രവാചക വചനമാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകന്റെ കാലത്ത് നടന്നൊരു സംഭവമുണ്ട്. എന്താണ്? ബൈനന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബഅദി അസ്ഫാരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് ഇമ്രാൻ ബിൻ ഹുസൈൻ പറയാണ്, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ ഇങ്ങനെ എന്ത് ചെയ്യണ്? ഒരു യാത്ര ഇങ്ങനെ പോവണം. ഒരു യാത്ര പോകുമ്പോൾ വംറഅതു മിനൽ അൻസ്വാരി അലാ നാഖ, ഒരു ഒട്ടകത്തിന്റെ പുറത്തുണ്ട് ഒരു സ്ത്രീ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? അൻസാരിയിൽപ്പെട്ട ഒരു സ്ത്രീ പോകുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? എന്ത് ചെയ്തു? അവരെന്ത് ചെയ്തു? ആ ഒട്ടകത്തിന്റെ അവരുടെ ഒട്ടകം കിടന്ന് ഇങ്ങനെ വെപ്രാളപ്പെട്ടു. ആ വെപ്രാളപ്പെട്ട സമയത്ത് ഫലഅനതഹ, അതിനെ ശപിച്ചു. ഫസമി അദാലിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ശാപവാക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? കേട്ട ഉടനെ റസൂലുള്ളാഹി പറഞ്ഞു, ഫഖാല ഖുസൂ മാ അലൈഹ, അതിന്റെ മേലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇറക്കിക്കാളാ, അതിന്റെ മേലെയുള്ള സാധനങ്ങൾ മുഴുവൻ എന്ത് ചെയ്താളാ? ഇങ്ങോട്ട് ഇറക്കിക്കാളാ. എന്താണ്? നീ പറയപ്പെട്ടിട്ടുള്ള ശാപം അതിന് ഏൽക്കപ്പെട്ടിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുക. നീ പറയപ്പെട്ട ആ ശാപം ഉണ്ടല്ലോ, ആ ശാപം അതിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഏൽക്കപ്പെട്ടിട്ടുണ്ട്. ഖാല ഇമ്രാൻ ഇബ്നു ഹുസൈൻ, അദ്ദേഹം പറയാണ്, ഇമ്രാൻ ഇബ്നു ഹുസൈൻ പറയാണ്, ഫകഅന്നി അറാഹാ തജൂലു ഫി സൂഖി മാ യഅരിദു ലഹാ അഹദുൻ. ശേഷം ആ ഹദീസ് റിപ്പോർട്ടർ പറയാണ്, എന്താണ്? അത് ജനങ്ങൾക്കിടയിൽ അലഞ്ഞു നടക്കുന്നത് ഞാൻ ഇപ്പോഴും എൻ്റെ കണ്ണിൽ കാണുന്നു എന്ന് പറയാൻ. പിന്നെ അതിനെ ആരും സ്വീകരിക്കപ്പെട്ടില്ല, ആരും അതിനെ ശ്രദ്ധിക്കാറേ ഇല്ലാത്ത രൂപത്തിൽ എന്ത് ചെയ്തു? ആ ഒട്ടകം നടക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഹുസൈൻ എന്ത് ചെയ്യണ്? റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യണ്? പറയണം. അപ്പോൾ ഈ സ്വന്തത്തിനെ തന്നെ, സ്വന്തം മുതലാണത്, ആ സ്ത്രീയുടെ സ്വന്തം മുതലാണ് എന്ത്? ആ ഒട്ടകം. ആ ഒട്ടകത്തിന് എന്ത് ചെയ്യണ്? ശപിക്കണ്. ആ ശാപത്തിലൂടെ എന്ത് ചെയ്യണ്? അത് നഷ്ടമാകുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്തു? ആ സ്ത്രീക്ക് അത് സംഭവിച്ചു.
അതുകൊണ്ട് തന്നെ നമ്മളതിനെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കാണേണ്ടതുണ്ട്. ആ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് ആ ശാപത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ചില പാഠങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരാളെ ശപിക്കുക എന്നാൽ അയാൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് പുറത്തു പോകട്ടെ എന്നുള്ളതാണല്ലോ. അതുപോലെ സ്വന്തം വസ്തുക്കളും എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടു പോകും. അയാളിലേക്ക് തന്നെയാണ് വധിച്ചത്. ആ ശാപം ചെയ്തതാ അവരുടെ അവർക്ക് അള്ളാഹു കൊടുത്തിരുന്ന റഹ്മത്തായിരുന്നത് ആ ഒട്ടകം എന്നുള്ളത്. ആ റഹ്മത്ത് എന്ത് ചെയ്തു, അവരുടെ വാക്കുകൾ കൊണ്ട് തന്നെ അത് നഷ്ടപ്പെട്ടു പോകുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്തു ആയി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശാപവാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടെന്നാൽ ചില സ്വന്തത്തിനെതിരെയും അതേപോലെ തന്നെ സ്വന്തം മക്കൾക്കെതിരെയും ഒക്കെ ശാപവാക്കുകൾ ചൊരിയുന്ന ആളുകൾ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ സ്ത്രീകൾക്കിടയിൽ എത്ര മാതാക്കൾക്കിടയിൽ എത്ര ആളുകളെ കാണാം. പിതാക്കൾക്കിടയിൽ നമുക്ക് എത്ര ആൾക്കാരെ കാണാം. എറിയപ്പെട്ട കല്ല് പോലെ തിരിച്ചെടുക്കാൻ സാധ്യമാകാത്ത ഒന്നാണ് അത്തരം ശാപവാക്കുകൾ എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. മുഅ്മിനീങ്ങളാണെങ്കിൽ അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ശാപവാക്കുകൾ കൊണ്ട് കളിക്കാൻ പാടില്ല. അതുകൊണ്ട് കളിക്കരുത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നത്, നമ്മളെ പഠിപ്പിക്കുന്നത്. അത് ഒരാളെ തന്നെ തകർത്ത് കളയുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്യും, അത് ഉണ്ടാകുമെന്നുള്ളതാണ്. നമ്മുടെ ആ ശാപം കൊണ്ട് തന്നെ ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. പക്ഷേ ചുരുങ്ങിയ വേളയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അത്രയും ഗൗരവത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ വലിയ വിഷയമാണ് സ്വന്തത്തിനെ ശപിക്കുക എന്നുള്ളത്. സ്വന്തത്തിനെ ശപിക്കുക എന്നുള്ളത് നമുക്ക് പാടില്ല. എന്തെങ്കിലുമൊക്കെ ഒരു വിഷമങ്ങളും പ്രയാസങ്ങളും വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവനെ സ്വന്തമായിട്ട് തന്നെ എന്ത് ചെയ്യുക, ശപിക്കുന്ന ആളുകളെ കാണാം. എന്തൊരു മുസീബത്ത് പിടിച്ചതാണെന്ന് പറയുക, അല്ലെങ്കിൽ എന്തൊരു കഷ്ടമാണിത്, എന്താണ് ഇതിനെക്കൊണ്ട് ഇങ്ങനെ എന്നുള്ള രൂപത്തിൽ പറയുക. അല്ലെങ്കിൽ മക്കളെ കൊണ്ട് അങ്ങനെ പറയുക, എന്നെക്കൊണ്ട് വല്ലാത്തൊരു ഷെറാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ സംഭവിക്കട്ടെ, അല്ലെങ്കിൽ ഈ രൂപത്തിലാവട്ടെ എന്ന് പറയുക. ഇങ്ങനെ പറയാൻ പാടില്ല എന്നാ. മക്കൾക്ക് അത് ബാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ നഷ്ടങ്ങൾ നമുക്ക് തന്നെയാണ്. നമ്മൾ അതിനെക്കുറിച്ച് സങ്കടപ്പെട്ടിരിക്കേണ്ട കാലങ്ങളാണ് പിന്നീട് വരിക. ആ ശാപമേറ്റു കഴിഞ്ഞാൽ അത് തീർച്ചയായും ഫലിക്കും. മാതാപിതാക്കളാവുമ്പോൾ പ്രത്യേകിച്ചും ജുറൈജിൻ്റെ ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. ഇബാദത്തുകൾ എടുക്കുന്നതിനിടയ്ക്ക് മാതാവിൻ്റെ വിളിക്കുത്തരം കൊടുക്കാത്തതിൻ്റെ പേരിൽ മാതാവ് ശപിച്ചു. ആ ശാപമേറ്റു. എന്താ ശപിച്ചത്? വ്യഭിചാരിയായി അറിയപ്പെടട്ടെ എന്നാ. അത് അതേപോലെ തന്നെ ചെയ്തു. അത് അതേപോലെ തന്നെ ബാധിക്കൂ. അദ്ദേഹം വ്യഭിചരിച്ചിട്ടല്ല, പക്ഷേ വ്യഭിചാരി എന്ന പേരിലേക്ക് അറിയപ്പെടുന്ന രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ മേലെന്ത് ചെയ്തു, അത് വന്നു എന്നുള്ളതാണ്. അപ്പം അതുപോലെ മക്കളെ നോക്കുന്നിടത്ത്, മക്കളെ ശ്രദ്ധിക്കുന്നിടത്ത് നമ്മൾ വളരെയധികം സൂക്ഷ്മത പുലർത്തണം. ശപിക്കുന്ന വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് ഒരു വട്ടം പോലും വരാതിരിക്കുവാൻ വേണ്ടി മുഅ്മിനീങ്ങൾ എന്നുള്ള നിലക്ക് നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് ഇവിടെ നമ്മളെ ഉണർത്തി തരുന്നത്. ഒരിക്കൽ അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് മഴയും കാറ്റുമൊക്കെയുള്ള അനുഗ്രഹങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരുപാട് നിഅമത്തുകളുണ്ട് നമുക്ക്. ആ നിഅമത്തുകൾക്കെതിരെ നമ്മൾ എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കാനുള്ളത്. ഒരിക്കൽ ഒരു കാറ്റടിച്ചപ്പോൾ ഒരു മനുഷ്യന് തട്ടം എന്ത് ചെയ്തു, പറന്നുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ആ തട്ടം കണ്ട് പറന്നുപോയി. ആ പറന്നുപോയ ഉടനെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, പറഞ്ഞു, ഈ കാറ്റിനെ ശപിച്ചുകൊണ്ട് എന്ത് ചെയ്തു, അദ്ദേഹം എന്ത് ചെയ്തു, വാക്കുകൾ ഉച്ചരിച്ചു. അത് കേട്ട ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തൽഅൻഹാ ഫഇന്നഹാ മഅ്മൂറത്തുൻ. നീ കാറ്റിനെ ശപിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താന്നിട്ട് പറഞ്ഞത്? ഫഇന്നഹാ മഅ്മൂറത്തുൻ. തീർച്ചയായും അത് കൽപ്പിക്കപ്പെട്ട പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, സഞ്ചരിക്കുന്നത്. അള്ളാന്റെ കൽപ്പന അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, കാറ്റുകൾ സഞ്ചരിക്കുന്നത്. ആ കാറ്റിനെയാണ് ആര് ശപിച്ചത്? ആ വ്യക്തി ശപിക്കാനിട വന്നത്. അങ്ങനെ അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളെ ശപിക്കുന്നവരുടെ കൂട്ടത്തിന് നിശ്ചയമായും ആരെങ്കിലും ഒരു വസ്തുവിനെ ശപിക്കുകയും അതിനർഹനല്ല അതിരിക്കുകയും ചെയ്താൽ ആ കാറ്റെന്തർഹന, അത് അദ്ദേഹത്തിലേക്ക് എന്ത് ചെയ്യും, മടങ്ങി വരുമെന്നർത്ഥം. അപ്പൊ ശാപവാക്കുകൾ ഉച്ചരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പേടിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു പാഠം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇന്ന മിൻ അക്ബറിൽ കബായിരി അയ്യൽഅന റജുല വാലിദൈഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾ തൻ്റെ മാതാപിതാക്കളെ ശപിക്കുക എന്നത് വൻപാപങ്ങളിൽ പെട്ടതാണെന്നാണ്. ആരാ മാതാപിതാക്കളെ ശപിക്കുക?
മുഅ്മിനായ ഒരു വ്യക്തിക്ക് മാതാപിതാക്കളെ ശപിക്കാൻ പറ്റുമോ? മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ആരാ വഹിക്കുക? ഭയപ്പാടുണ്ടാക്കി, സഹാബാക്കൾക്കിടയിൽ ഭയപ്പാടുണ്ടാക്കി. റസൂലുള്ളാഹിനോട് ചോദിച്ചു, ഖീല യാ റസൂലുള്ളാഹ് വകൈഫ യൽഅനു റജുലു വാലിദൈഹി, ഒരാൾ എങ്ങനെയാണ് മാതാപിതാക്കളെ ശപിക്കുക റസൂലേ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത് എന്താ പറഞ്ഞു കൊടുക്കുന്നത്? യസുബ്ബുർ റജുലു അബർ റജുൽ, ഒരാളുടെ വാപ്പാക്ക് പറയലാണത്. ഒരാളുടെ വാപ്പാക്ക് പറയാ. ഫയസുബ്ബു അബാഹു, അവന്റെ വാപ്പാക്ക് നീ പറയുമ്പോ അതെന്ത് ചെയ്യും? അവൻ തിരിച്ചിട്ടെന്ത് ചെയ്യും? അവന്റെ വാപ്പാക്കും പറയും, മറ്റവന്റെ വാപ്പാക്കും പറയും എന്നർത്ഥം. അങ്ങനെ അവരെന്ത് ചെയ്യും? ശപിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ശാപവാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ എന്ത് ചെയ്യും? ആ ശാപവാക്കുകൾ ഒരിക്കലും സ്വന്തം എന്ത് ചെയ്യൂല, ഒരാളും ചെയ്യില്ല, മാതാപിതാക്കളെ ശപിക്കൂല. പക്ഷേ അവൻ വേറുള്ളവന്റെ വാപ്പാക്കുമാക്കും പറഞ്ഞു കഴിഞ്ഞാല് അവരെ പറഞ്ഞതിന്റെ പേര് അവൻ എന്ത് ചെയ്യും? തിരിച്ചിങ്ങോട്ടും പറയും. ആ ഒരു പ്രക്രിയയിലേക്ക് വരും. അതുകൊണ്ട് അപ്രകാരം ചെയ്യരുത് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് കാണാം. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ഗൗരവപ്പെട്ട വിഷയം എന്നുള്ള നിലയ്ക്ക് തന്നെ ശാപം എന്നുള്ളത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഒഴിവാകുവാൻ നമ്മൾ എന്തെല്ലാം മാർഗമാണ് സ്വീകരിക്കേണ്ടത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശപിക്കുന്നതിനും പകരമുള്ള മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. സ്വന്തത്തിന് ദോഷം വരണമെന്ന് ആഗ്രഹിക്കുന്നതിന് പകരം വിശ്വാസി എന്താ ചെയ്യേണ്ടത്? വിശ്വാസി ചെയ്യേണ്ടത് ദേഷ്യം വരുന്ന സമയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. ഇനി വല്ല ദുഃഖങ്ങളുമാണോ നമുക്ക് ഏൽക്കപ്പെട്ടിട്ടുള്ളത് എങ്കിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് നിങ്ങൾ ചൊല്ലണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? നമ്മളെ പഠിപ്പിച്ചു. ഇനി അതൊന്നും മാത്രമല്ല, ഇനി വല്ലതും നിങ്ങളുടെ കൈകളിൽ നിന്ന് വന്നു പോയിട്ടുണ്ടോ, അല്ല ശാപങ്ങളും വന്നു പോയിട്ടുണ്ടോ, അതീന്ന് തിരിച്ചു മടങ്ങാനും നിങ്ങൾക്ക് പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അള്ളാന്റെ റസൂൽ അത് ചെയ്തിട്ടല്ല, പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന പ്രാർത്ഥന കാണാം. അല്ലാഹുമ്മ ഇന്നമാ അന ബശറുൻ ഫഅയ്യുൽ മുഅ്മിനീന ആദൈതുഹു, അല്ലാഹുവേ ഞാനൊരു മനുഷ്യൻ മാത്രമാണ്, അതിനാൽ ഏതെങ്കിലും ഒരു സത്യവിശ്വാസിയെ ഞാൻ വേദനിപ്പിക്കുകയോ ഔ ശതംതഹു ഔ ലഅനതഹു ചീത്ത പറയുകയോ ശപിക്കുകയോ അതുപോലെ തന്നെ ഔ ജൽദതുഹു അദ്ദേഹത്തെ പ്രഹരിക്കുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഫജഅല ലഹാ സ്വലാത്തുൻ എന്ത് ചെയ്യണം? റബ്ബേ നീ അതവർക്ക് ഒരു അനുഗ്രഹം, സ്വലാത്തും പാപശുദ്ധിയും നിങ്ങളിലേക്കുള്ള സാമീപ്യവുമായിട്ട് ഒരു ഖുർബത്താക്കിയിട്ട് നീ അതിനെ മാറ്റണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? പഠിപ്പിച്ചു. ഇത് അള്ളാന്റെ റസൂൽ ശപിച്ചത് കൊണ്ടല്ല, അന്ത്യദിനത്തിലെ ആ റബ്ബിലേക്കുള്ള അടുപ്പം കാണിക്കാൻ വേണ്ടി, അഥവാ തൻ്റെ നാവിൽ നിന്ന് അബദ്ധത്തിൽ പോലും ആർക്കും ഒരു ദോഷം വരരുത് എന്ന പ്രവാചകന്റെ കരുതലാണത്. ആ പ്രാർത്ഥന പ്രവാചകന്റെ ഒരു കരുതലാണ്. അതുപോലെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് എന്ത് ചെയ്യണം? സാധിക്കണം. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അതിനെ നേരിടാൻ പഠിക്കേണ്ടത്. പകരം ശപിക്കലല്ല. ഒരു ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നിനെയും ശപിക്കാതിരിക്കുക. എല്ലാം നിഅമത്തുകളാണ്, അല്ലാഹ് തന്നിട്ടുള്ള നിഅമത്തുകളാണ്. ആ നിഅമത്തുകളെ ശാപത്തിലൂടെ മാറ്റാതിരിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ ദീൻ വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ശാപത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ചാണ് നമ്മൾ ഒന്നാമത്തെ ഖുതുബയിലൂടെ ഉണർത്തിയത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബി ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്,
നാം വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും മാർഗദർശനവും ഇറക്കിക്കൊടുത്തതിന് ശേഷം വേദഗ്രന്ഥത്തിലൂടെ ജനങ്ങൾക്ക് നാം അത് വിശദമാക്കി കൊടുക്കുന്നതിന് ശേഷം അത് മറച്ചു വെക്കുന്നത് ആരാണോ തീർച്ചയായും അവരെ അള്ളാഹു ശപിക്കുന്നതാണെന്ന്. മാത്രമല്ല ശപിക്കുന്നവരൊക്കെയും അവരെ ശപിക്കുന്നതാണ് എന്ന് പറഞ്ഞു. യഹൂദികളെയും നസാറാക്കളെയും സംബന്ധിച്ചാണ് ഇവിടെ ആ ഒരു ആയത്ത് റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് അറിയിച്ചു തരുന്നത്. അഥവാ മതപരമായിട്ടുള്ള അറിവുകൾ മറച്ചു വെക്കുക എന്നുള്ളത് ആ കാര്യം നിർവഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാരുടെ പ്രവൃത്തിയാണെങ്കിലും ശരി, പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ അത് മറച്ചു വെച്ചാൽ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ഒരാളാണെങ്കിലും ശരി, അതിൽ നിന്ന് ആരും മുക്തരല്ല. കിട്ടിയ അറിവ് മറച്ചു വെച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകുമെന്നും ശപിക്കുന്നവരൊക്കെ അവരെ ശപിക്കപ്പെടുമെന്നും എന്ത് ചെയ്യാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ ഉണർത്തുകയാണ്. ശാപത്തിന് എത്രത്തോളം ഗൗരവമുണ്ട് എന്നുള്ളത് നമ്മൾ ഒന്നാമത്തെ ഖുത്ബയിലൂടെ പറഞ്ഞല്ലോ. അതിൽ ആ ശാപത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ചിന്തിക്കേണ്ട ഒരായത്താണിത്. ഈ ശാപം വരുന്നത് ആർക്കാണ്? ആരിൽ നിന്നാണ്? റബ്ബ് സുബ്ഹാനഹു തആല എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നാഥനായ അള്ളാഹുവിൽ നിന്ന് വരുന്ന ശാപത്തെയാണ് ഇവിടെ ഉണർത്തിത്തരുന്നത്. അറിവുകൾ കിട്ടിയിട്ട് അത് മറച്ചു വെച്ച് പിടിച്ചുകൊണ്ട് അവനവൻ്റെ ലാഭം നോക്കിയിട്ട് കാര്യങ്ങൾ നിർവഹിക്കുന്ന ആളുകൾ, അത് ഏത് വിഷയത്തിലാണ്, ശാസ്ത്രീയമോ സാമൂഹികമായ അറിവ് മറച്ചു വെച്ചാലൊക്കെ അതേപോലെ തന്നെയാണ്. ഒരു വലിയ രോഗത്തിനുള്ള മരുന്നറിയാമെന്നിരിക്കെ അത് ആളുകളിൽ നിന്ന് മറച്ചു വെക്കുക, അവനും ഈ ലഅനത്തിന് ബാധകമാണ്. അതുപോലെ തന്നെ കോടതിയിലെ അല്ലെങ്കിൽ ഒരു തർക്കം പരിഹരിക്കുമ്പോഴോ ഒരാൾക്ക് സത്യം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം, പക്ഷെ അവനെന്ത് ചെയ്തു? നമ്മൾ ഈ കോടതിയും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ കള്ളസാക്ഷ്യം പറഞ്ഞു, അതവനെന്ത് ചെയ്തു? മറച്ചു വെച്ചു. എന്നിട്ട് അതില്ലാന്ന് വിപരീതം പറഞ്ഞു കൊടുത്തു. അവർക്കൊക്കെ ഈ ശാപത്തിന് എന്താണ്? അർഹരാണെന്നുള്ളതാണ്. അതിലേക്കാളൊക്കെ ഏറെ ഗൗരവപ്പെട്ടിട്ടുള്ള വിഷയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ അറിയിക്കപ്പെട്ട വിഷയം. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മറദിൽ ലദീ ലം യഖും മിൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗബാധിതനായിട്ട് കിടക്കുന്ന സന്ദർഭത്തെക്കുറിച്ച് നമുക്കറിയാം. അവസാനത്തെ വിട പറയുന്ന സമയമാണ്. ആ സമയത്ത് രോഗിയായി കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്നിട്ടുള്ള വാക്കുകളുണ്ട്. എന്താണ് പറഞ്ഞത്? ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറാ. നസാറാക്കളെയും യഹൂദികളെയും എന്ത് ചെയ്തിട്ടുണ്ട്? അല്ലാഹു സുബ്ഹാനഹു തആല ശപിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ഇത്തഖസൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. അവരിലുള്ള അമ്പിയാക്കളുടെ ഖബറുകൾ അവരെന്ത് ചെയ്തു? ആരാധനാ കേന്ദ്രങ്ങളാക്കി തീർത്തു. അതുകൊണ്ട് എന്തുണ്ട്? അവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ട് എന്നെന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. ആരുടെ ശാപം? അള്ളാഹിൻ്റെ ശാപം. നമ്മൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ സമുദായത്തിലേക്ക് തന്നെ അതൊന്ന് തിരിച്ചാലോചിച്ചാൽ മതി. അള്ളാഹിൻ്റെ റസൂൽ എന്തൊന്ന് ഭയപ്പെട്ടിരുന്നോ ആ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇന്ന് നമുക്ക് സമൂഹത്തിൽ കാണുവാൻ സാധിക്കുക. ഖബറുകളെ കെട്ടിപ്പൊക്കി അത് ആരാധന കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ഒരു സമൂഹം തന്നെ ഇന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കാര്യലാഭങ്ങൾക്കു വേണ്ടി ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്? മറച്ചു വെക്കുകയാണ്. അതാണ് രണ്ടും, ആ പറയപ്പെട്ട രണ്ട് ലഅനത്തിനും അർഹരാക്കപ്പെട്ടിട്ടുള്ളവരാണ് എന്നർത്ഥം. നേരത്തെ പറഞ്ഞ അറിവുകൾ അവരെന്ത് ചെയ്തു? അവർക്കുള്ള അറിവുകൾ അവരെ മനഃപൂർവ്വം മറച്ചു വെച്ചു അവരുടെ കാര്യലാഭങ്ങൾക്കു വേണ്ടി. രണ്ടാമത്തതെന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ യഹൂദികളും നസാറാക്കളിലും ഭയപ്പെട്ടത്, അവരിൽ നിന്ന് ഭയപ്പെട്ടത് എന്താണോ അതേ പ്രകാരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ഖബറുകളെ കെട്ടിപ്പൊക്കി അതൊരു ആരാധനാ കേന്ദ്രങ്ങളാക്കി നേർച്ചകളാക്കി വിവിധ രൂപത്തിലുള്ള ലാഭങ്ങൾ കൊയ്തെടുക്കുന്ന ആളുകൾ. നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? എങ്ങനെയാണ് നമുക്ക് നിഷേധിക്കാൻ സാധിക്കുക? ഇന്ന് കണ്ണുകൊണ്ട് നേർരൂപത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ
അപ്പൊ ആ ഒരു ശാപത്തിന്റെ ഗൗരവത്തെ ശരിക്ക് മനസ്സിലാക്കിയവർക്ക് അത് പ്രവർത്തിക്കുവാനോ ആ രൂപത്തിൽ ചെയ്യുവാനോ സാധിക്കുകയില്ല എന്നുള്ളതാണ്. യഹൂദികളെ അവരുടെ പ്രമാണികളെ മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട, യഹൂദികളെ നസാറാക്കൾ എന്ന് പറഞ്ഞാൽ അവരിൽപ്പെട്ട എല്ലാ ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്. അതേപോലെ തന്നെ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥയാണെന്നെങ്കിലും അത് തന്നെയാണ്. എല്ലാവരും അവിടെ അത് പ്രവർത്തിക്കുന്ന ആൾക്കല്ലേ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യണ്ട, ഒഴിഞ്ഞു നിൽക്കണ്ട. അതിന് പോകപ്പെട്ടിട്ടുള്ള ആരൊക്കെയുണ്ടോ, അതിൽ ഭാഗവാക്കായ ആരൊക്കെയുണ്ടോ, എന്തെല്ലാം നേർച്ചയാക്കപ്പെട്ടിട്ടുണ്ടോ അവരൊക്കെ അതിന്റെ ഭാഗവാക്കുകളാണ്. അവരെല്ലാം ആ ലഅനത്തിന്റെ ഉടമസ്ഥരാണ്, ആ ലഅനത്ത് ഭവിക്കുവാൻ കാരണമുള്ളവരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആ തെറ്റിൽ നിന്ന് പിൻവാങ്ങി നിൽക്കുവാൻ നമുക്ക് എന്ത് ചെയ്യണം, സാധിക്കണം. അതുപോലെ തന്നെ ഈ ശാപത്തിന് ചില അവസരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ പറയപ്പെട്ടത് എന്താ, ഭർത്താവ് ഭാര്യയുടെ മേല് സാക്ഷികളില്ലാതെ വ്യഭിചാരം ആരോപിക്കുക. ചില സന്ദർഭങ്ങളിൽ നമുക്ക് ശാപത്തിന് അനുമതി നൽകിയിട്ടുണ്ട്. അതെന്താ, ഭർത്താവ് സാക്ഷികളില്ലാതെ ഭാര്യയുടെ മേൽ എന്ത് ചെയ്യുക, വ്യഭിചാരം ആരോപിക്കുക. അതേപോലെ തന്നെ തിരിച്ചു. അങ്ങനെയാണെങ്കിൽ ശാപവാക്കുകൾ കൊണ്ടുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട കാര്യമാണ്. പക്ഷെ സാക്ഷികൾ ഇല്ല, അയാൾക്ക് നേരിട്ടുള്ള അറിവ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അതിന് നിൽക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ ശാപം എന്തായാലും എന്ത് ചെയ്യും, ആ ശാപം എന്തായാലും ഏൽക്കപ്പെടുമെന്ന. അപ്പൊ ഇങ്ങനെയുള്ള ഗൗരവം എന്തുണ്ട്, ശാപത്തിനുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ശപിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അത് ഒന്നാമത്തെ കാര്യം. ആ ശപിക്കുന്നത് തന്നെ നമ്മൾ ഏൽക്കപ്പെടുന്ന ആളുകളാണോ എന്നുള്ളത്, നമ്മൾ ഏൽക്കപ്പെടുന്ന അവസ്ഥകൾ നമ്മൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കാതിരിക്കുക. ശപിക്കാൻ വരുമ്പോൾ ക്ഷമ കൈകൊള്ളാൻ നമ്മൾ പഠിക്കുക. അതുപോലെ തന്നെ മറ്റുള്ള രൂപത്തിൽ ഇതുപോലുള്ള ആരാധന ശാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോവാണ്ടിരിക്കുക. അതാണ് അതിനുള്ള രക്ഷക്കുള്ള ഏക മാർഗം എന്നുള്ളത്. ഖബറാരാധന പോലുള്ള മറ്റുള്ള കാര്യങ്ങളിൽ നിന്നും വിട്ടുനിന്ന് ഏകനായ റബ്ബിലേക്ക് ഇരു കരങ്ങൾ നീട്ടിയ ആരും എന്ത് ചെയ്യില്ല, വെറുതാക്കി വിടൂല. എത്ര തന്നെ പാപിയായിക്കോട്ടെ എന്നാ പറഞ്ഞത്, എത്ര തന്നെ പാപിയായിക്കോട്ടെ അള്ളാഹുവിലേക്ക് കരം നീട്ടിയ അള്ളാഹു സുബ്ഹാനഹു വ തആല മടക്കൂല. പശ്ചാത്താപത്തിന്റെ കരങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യില്ല, മടക്കൂല. നമ്മളത് മനസ്സിലാക്കണം. അവന് അത് സ്വീകരിക്കപ്പെടും, നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും. നിങ്ങളെ കണ്ടനാടിയേക്കാൾ അടുത്തവനാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി തരുന്ന കാര്യമാണ്. നമ്മുടെ കണ്ടനാടിയേക്കാൾ അടുത്തവനാണ്. അങ്ങനെ ഇരിക്കെ നമുക്കൊരാളുടെയും ആവശ്യമില്ല. എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നാഥനായ റബ്ബിലേക്ക് ഇരു കരങ്ങൾ നീട്ടി ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോ, നിങ്ങൾക്കതിന് ഉത്തരം ലഭിക്കും. ഉത്തരം ലഭിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെയും വിടുകയില്ല എന്നുള്ളതാണ്. അത്രയും കാരുണ്യം നിറഞ്ഞവനാണ് നമ്മുടെ റബ്ബ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. അതേ പ്രകാരം നമ്മുടെ കാര്യങ്ങൾ കൊണ്ടുപോകുവാനും നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരട്ടെ. രോഗികളായ നമ്മുടെ സഹോദരിമാരും സഹോദരങ്ങളൊക്കെ ഉണ്ട്, അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وأقم الصلاة.